സാറിന്റെ ക്ലാസ് വളരെ വളരെ നന്നായിരുന്നു. സാറ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്സും പഠിപ്പിക്കും. പിന്നെ എല്ലാം നല്ല പാത്വേസ് എല്ലാം പ്രോപ്പർ ആയിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആ, ഉം. നന്നായിരുന്നു ക്ലാസ് എല്ലാം. മാമിന്റെയും സാറിന്റെയും ക്ലാസ് എല്ലാം നന്നായിരുന്നു. പിന്നെ മാം എക്സാമ്പിൾസ് വെച്ചാ പഠിപ്പിക്കുന്നത്. ആ എക്സാമ്പിൾസ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ ഓക്കെ. സാധാ രീതി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പിന്നെ നമുക്ക് ആ കോൺസെപ്റ്റിന്റെ ആ എക്സാമ്പിൾ വെച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മറക്കത്തില്ല. ഓക്കെ, ലാംഗ്വേജിന്റെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ. കാരണം മേ ബി ലാംഗ്വേജ് ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ പലർക്കും ആ ഒരു ഇഷ്യൂ തോന്നാറുണ്ട്. മേ ബി അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ലാംഗ്വേജ് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് പഠിപ്പിച്ചു. എനിക്കും മനസ്സിലാവാൻ പറ്റി. കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ്. ഒപ്പറ താങ്ക് യു എക്സാം സോ മച്ച്. സക്സസ്. എങ്ങനെ ഉണ്ടായ ഒരു താങ്ക് യു. ഫീല്? വളരെ നന്നായിരുന്നു. വളരെ ഹാപ്പിയാണ് ഇപ്പം. എലൈറ്റിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ഇവിടം വരെ എത്താൻ പറ്റി. മാമും സാറും കുറെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ. നാട്ടിലെവിടെ, സ്ഥലം എവിടാ? നാട്ടില് കേരള, ഇന്ത്യ. നാട്ടില് കേരള, ഇന്ത്യ അല്ല, ഞാൻ ചോദിച്ചത്. സോറി കേരളത്തിൽ സോറി, എവിടാന്ന് ഒന്നും ചോദിച്ചത്. വരുമല്ലോ അല്ലേ. ഏ, ഇത് ഞാൻ കൊല്ലം. കൊല്ലമാണല്ലേ? ഓക്കെ, ഫൈൻ. ഏത് കോളേജാണ് പഠിച്ചത്? എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ? ഞാൻ ഫാംഡി പഠിച്ചതാ. കർണാടകയിലെ SJM കോളേജ് ഓഫ് ഫാർമസി എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ്, ഓക്കെ ചിത്രദുർഗയില്. ഓക്കെ ഓക്കെ. ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണോ? കറന്റ്ലി വർക്കിംഗ് അല്ല. ഞാൻ ഫെബ്രുവരിയിൽ റിസൈൻ വെച്ചു. പിന്നെ ഒരു 1 മന്ത് ഉണ്ടായിരുന്നു സ്റ്റഡി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെബ്രുവരി വരെ വർക്കിംഗ് ആയിരുന്നു. ഇപ്പൊ വർക്കിംഗ് അല്ല. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സാം ജേണി? ലൈക്ക് എത്ര നാൾ എടുത്തു ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ, ആ ഒരു പ്രിപ്പറേഷൻ? ഞാൻ എലൈറ്റിൽ നവംബറിൽ ജോയിൻ ചെയ്തു. പക്ഷേ പഠിക്കാനുള്ള സമയം ഒട്ടും ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഇടയ്ക്കൂടെ എൻ്റെ വെഡിങ് ഉണ്ടായിരുന്നു ജനുവരിയിൽ. അപ്പൊ അതിന്റെ വെഡിങ് പ്രിപ്പറേഷൻസ്, പിന്നെ പോസ്റ്റ് വെഡിങ് പ്രിപ്പറേഷൻസ്, അതിന്റെ കൂടെ തന്നെ ഫുൾ ടൈം ജോബ് ഉണ്ടായിരുന്നുകൊണ്ട് പഠിക്കാൻ ഭയങ്കര ടൈം ഒട്ടും ഇല്ലായിരുന്നു. ടുവേർഡ്സ് എൻഡ് ആയപ്പം ജോബും വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഓക്കെ ലാസ്റ്റ് റിസൈൻ വെച്ചതിന് ശേഷം കുറെ സമയം കിട്ടി. ലൈക്ക് 1 മന്ത് കിട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പറ്റുമോ, മാർച്ചിൽ എക്സാം എഴുതാൻ പറ്റുമോ, അതോ ഇനി ജൂലൈയിലേക്ക് മാറ്റണോ എന്നൊക്കെ കുറെ ഇങ്ങനെ തോട്ട്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ മാർച്ചിൽ തന്നെ എഴുതുമെന്ന് എനിക്കറിയാം. പിന്നെ സാറും മാമും കുറെ എൻകറേജ് ചെയ്യും. ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ എന്താ നന്നായി പഠിച്ചാൽ മതി, ലെക്ചേഴ്സ് എല്ലാം റീവിസിറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ നമുക്ക് നല്ലൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. ലൈക്ക് ഇച്ചിരി കോൺഫിഡൻസ് കിട്ടും. ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ ഒരു. പിന്നെ മുന്നോട്ട് പോട്ടെ നോക്കാന്ന് വെച്ചിട്ട് ചെയ്തു. പിന്നെ കുറെ കാൽക്കുലേഷൻസ് പാർട്ടുള്ളതുകൊണ്ട് അത് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അത് ഓൾമോസ്റ്റ് ഹാഫ് എങ്ങനെ മാനേജ് കംപ്ലീറ്റ്. ചെയ്തു കാൽക്കുലേഷൻസിന്റെ? ഓൾമോസ്റ്റ് എല്ലാവർക്കും കാൽക്കുലേഷൻസ് ഭയങ്കര ടഫാന്ന് കേട്ടിട്ടുണ്ട്, അതാണ് ചോദിച്ചത്. മാമിന്റെ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു. മാമിന്റെ ലെക്ചേഴ്സ് എല്ലാം, എല്ലാ ലെക്ചേഴ്സും കണ്ടു. അത് എഴുതി പഠിച്ചു. കാൽക്കുലേഷൻസ് തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു പഠിച്ചു. ഉം. അപ്പം കുറെ അതിന്റെ പിന്നെ പ്രിന്റ് ഔട്ട്സ് എടുത്തു. പിന്നെ കുറെ വീണ്ടും വീണ്ടും അത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. കാൽക്കുലേഷൻസ് ഓക്കെ. ആയിരുന്നു ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിരുന്നത്. അത് കംപ്ലീറ്റ് അതെല്ലാവർക്കും ആയപ്പോ ഒന്നാണ്. ഹാഫ് ഒരു കോൺഫിഡൻസ് വന്നു. ലൈക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത്രയ്ക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. കുറെ ടെൻഷൻ കുറഞ്ഞു കിട്ടി കാൽക്കുലേഷൻസ് ഒന്ന് ഇതായപ്പോ. അപ്പൊ പിന്നെ ഓക്കെ. പിന്നെ മാമിന്റെ ലെക്ചേഴ്സും സാറിന്റെ ലെക്ചേഴ്സും എല്ലാം അതെല്ലാം കണ്ട് കുറെ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് അതിന്റെ അതാകുമ്പം നോട്ട്സ് വായിച്ചിട്ട് നമുക്ക് കുറെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ആ, സമയം കുറവായതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ലെക്ചേഴ്സ് പോയി കാണാൻ ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ട് തന്നെ മാമും സാറും പറയുന്ന എല്ലാ പോയിന്റ്സും എല്ലാം എഴുതിയെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ പഠിച്ചു. പിന്നെ ഉണ്ടായില്ലേ? മറന്നു വീണ്ടും അത് ആ ടോപ്പിക്സ് വീണ്ടും എടുത്ത് അത് ഒന്നുകൂടെ വായിച്ച് പോയിന്റ്സ് വീണ്ടും ഇത് ചെയ്ത് അങ്ങനെ കുറെ വട്ടം എല്ലാ പോയിന്റ്സും എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ റിവൈസ് ചെയ്യുമായിരുന്നു. ഓക്കെ. വെൻ ഇറ്റ് കം അങ്ങനെ ടു ഫാർമക്കോളജി എങ്ങനെ ഡീൽ ചെയ്തു? ആരിഫ് സാറിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സാറിന്റെ ക്ലാസ് വളരെ വളരെ നന്നായിരുന്നു. സാറ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്സും പഠിപ്പിക്കും. പിന്നെ എല്ലാം നല്ല പാത്വേസ് എല്ലാം പ്രോപ്പർ ആയിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആ, നന്നായിരുന്നു ക്ലാസ് എല്ലാം. മാമിന്റെയും സാറിന്റെയും ക്ലാസ് എല്ലാം നന്നായിരുന്നു. പിന്നെ മാം എക്സാമ്പിൾസ് വെച്ചാ പഠിപ്പിക്കുന്നത്. ആ എക്സാമ്പിൾസ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ ഓക്കെ സാധാ രീതി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പിന്നെ നമുക്ക് ആ കോൺസെപ്റ്റിന്റെ ആ എക്സാമ്പിൾ വെച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മറക്കത്തില്ല. ഓക്കെ. ലാംഗ്വേജിന്റെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ. കാരണം
മേ ബി ലാംഗ്വേജ് ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ പലർക്കും ആ ഒരു ഇഷ്യൂ തോന്നാറുണ്ട്. മേ ബി അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ലാംഗ്വേജ് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് പഠിപ്പിച്ചു. എനിക്കും മനസ്സിലാവാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈറ്റിൽ ജോയിൻ ചെയ്തത് ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിട്ട് തോന്നി. മാമും സാറും അത്രയ്ക്ക് എങ്ങനെയാണ് ഇതിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞത്? എന്റെ ഫ്രണ്ട് വഴിയാണ്. എന്റെ ഫ്രണ്ട് ലൈറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായി പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ ലൈറ്റിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ജോയിൻ ചെയ്തപ്പം ഫസ്റ്റ് കുറച്ച് ക്ലാസ്സിനുള്ളിൽ മനസ്സിലായി ഇത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും എന്ന്. നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എങ്ങനെയാണ് അത് ഇതിലേക്ക് എത്തിയെന്ന് അറിയാൻ വേണ്ടി. ഈ ഒപ്ര എക്സാമിലേക്ക് എത്താൻ കാരണം എന്താ? ഓസ്ട്രേലിയ ആയിരുന്നു ഡ്രീം കൺട്രി? ഓസ്ട്രേലിയയില് എന്റെ ഹസ്ബൻഡ് ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഓസ്ട്രേലിയയില് ഓസ്ട്രേലിയൻ എക്സാം എഴുതാന്ന് വിചാരിച്ചു. മുമ്പും വിചാരിച്ചായിരുന്നു, പക്ഷെ സ്പോൺസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്ലാൻ ഡ്രോപ്പ് ചെയ്തതാ. ഹസ്ബൻഡ് ഓസ്ട്രേലിയയിലായിരുന്നു. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഒരു ഓവറോൾ 2.5 hours മാനേജ് ചെയ്യാൻ പറ്റുമോ? മാനേജ് ചെയ്യാൻ പറ്റി. എല്ലാം മാം സാറും പഠിപ്പിച്ചതുപോലെ തന്നെ കുറെയൊക്കെ വന്നത്. റിവിഷൻ ക്ലാസ്സസും എല്ലാം പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്തു. മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്തു. അപ്പം അതെല്ലാം ചെയ്തപ്പം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എക്സാമിന് പാസ്സാവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വളരെ ഹാപ്പിയാണ്. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? ഇനി നെക്സ്റ്റ് പ്ലാൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഇപ്പോ പെർത്തിലെത്തി, ഹസ്ബൻഡിന്റെ അടുത്ത് ജോയിൻ ചെയ്തു. ഇനി ഇവിടെ ജോബ് സെർച്ചിന് നോക്കണം. ഇനി അപ്പുറം രജിസ്ട്രേഷൻ ചെയ്യണം. ഔട്ട്കം ലെറ്റർ ശരിയാവട്ടെ. ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന രീതിയിൽ ഒരു നമ്മുടെ ഇനി ഫ്യൂച്ചർ ഒപ്ര എക്സാം പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് രേവതിയുടെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാമോ? ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുമ്പം നോട്ട്സ് എഴുതി എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ എനിക്കത് നല്ലതായിട്ട് തോന്നി, കാരണം നോട്ട്സ് എഴുതുമ്പോ തന്നെ കുറെ പോയിന്റ്സ് ഓർമ്മ നിൽക്കും. പിന്നെ അതല്ലാണ്ട് പിന്നെ നമ്മള് മോക്ക് ടെസ്റ്റ് എല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഒക്കെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഒരു ഐഡിയ കിട്ടും. പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കുകയുള്ളൂ വഴി. ചെയ്ത് തന്നെ പഠിക്കുക. നമ്മള് നോട്ട്സ് ക്ലാസ് കേട്ടിട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടി നമ്മൾ സ്വയമായി ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ സക്സസിന്റെ ഒരു പാർട്ടാവാൻ ഞങ്ങൾക്ക് പറ്റിയതിൽ, എലൈറ്റ് എക്സ്പെർട്ടീസ് ടീമിന് പാർട്ടാവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഫ്യൂച്ചർ സക്സസിന് വേണ്ടി ഞങ്ങളൊരു സന്തോഷം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ടൈം. എനിക്കും സന്തോഷമുണ്ട് എലൈറ്റിൽ ജോയിൻ ചെയ്തതിലും മാമിന്റെയും സാറിന്റെയും ക്ലാസ്സസ് കേൾക്കാൻ പറ്റിയത്. ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു രവതി.